ഹലോ, എല്ലാവർക്കും സ്റ്റഡി ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 134/2017. അതിൽ 60 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി എന്നറിയപ്പെടുന്നത്. അടുത്തത്, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. ഹിരാക്കുണ്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് ഹിരാക്കുണ്ട് നദീതട പദ്ധതി. ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേനാ ദിനം. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഏതാണ്? പൃഥ്വിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ്? അമേരിക്ക USA നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗയിലാണ് വാരണാസി. മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീരിലാണ് മൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 5-11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 5-11 ഭാഗം പ്രതിപാദിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2002-ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? പ്രസിഡന്റാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ.
രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്നാണ്? 1977 നിലവിൽ വന്നത്. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണത്? കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ. അടുത്തത്, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2005 ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22 ലോക ഭൗമദിനം. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? കോട്ടൂരിലാണ് ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഏതാണ്? കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്താണ്? ആനയാണ് മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് എന്നാണ്? 2002 കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1940. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ് വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം.
കുറിച്യ കലാപം നടന്ന വർഷം എന്നാണ്? 1812 കുറിച്യ കലാപം നടന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ഏതാണ്? ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം ഏതാണ്? റൂർക്കേല. ISRO രൂപീകൃതമായത് എന്നാണ്? 1969 ISRO രൂപീകൃതമായത്. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ. ബാക്കി അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? KM പണിക്കർ അതിൽ അംഗങ്ങളായിരുന്നു. HN കുൻസ്രു. ഇവർ 3 പേരായിരുന്നു സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം എന്താണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം എന്താണ്? നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പൊ എന്താ പറയുന്നത്? രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ഏതാണ് ചോദിക്കുന്നത്? ചിന്നാർ വന്യജീവി സങ്കേതം. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. 2026 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അത് ചിലിയാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം എന്നാണ്? അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത് 1994. 2018 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി 2018 ചോദിക്കുന്നത് ഏതാണ്? റഷ്യയാണ്. അപ്പോൾ 2026 ഏതാണ്? കാനഡ, മെക്സിക്കോ ആൻഡ് USA ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് ആതിഥേയത്വം വഹിച്ചത്. ഏതൊക്കെയാണ്? കാനഡ, രണ്ടാമത്തേത് മെക്സിക്കോ, മൂന്നാമത്തേത് USA അമേരിക്ക. ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് ആതിഥേയത്വം വഹിച്ചത്. ട്രയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു ലോക റാങ്കിങ്ങിൽ എത്രാമത്തേതാണ്? അപ്പോൾ എത്രാമത്തേന്ന് ചോദിക്കുന്നത്? എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അടുത്ത് നോക്കിയോക്കാം നമുക്ക്. കാവേരി മൂന്നാമത്തെ റാങ്കാണ് PV സിന്ധുവിന് ലഭിച്ചത്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ ചേർന്നാണ്? കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ ചേർന്നാണ്? ഏതൊക്കെയാണ്? കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള തർക്കമാണ് കാവേരി നദീജല തർക്കം. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. മിസൈൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം.
ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്? ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? സിയാച്ചിൻ. സിയാച്ചിനെയാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? തമിഴാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? തമിഴാണ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം? ഏത് സംസ്ഥാനമാണ് ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയത്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയത്. അപ്പോൾ കേരളത്തിൽ എന്നാണ് നിലവിൽ വന്നത്? കേരളത്തിൽ നിലവിൽ വന്നത് 2010-ലാണ്. 2010-ലാണ് കേരളത്തിൽ ആധാർ കാർഡ് നിലവിൽ വന്നത്.